നമസ്കാരം. പഞ്ചശക്തി ടാരോ സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ എന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഏത് നിമിഷം കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തമായ ഒരു പിക്ചർ മനസ്സിൽ വിചാരിച്ച് ഡീപ്പായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് മാത്രം റീഡിംഗ് കാണുക. നിങ്ങളുടെ എനർജി കൊണ്ടുവരാ. ഓക്കെ. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവറുടെ പേഴ്സൻ്റെ സ്നേഹം സത്യമാണോ? യൂണിവേഴ്സ്, യൂണിവേഴ്സ്, ഓക്കെ. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് തന്നിരിക്കുന്ന ആൻസർ ഇതൊക്കെയാണ്. ഫസ്റ്റ് പേജ് ഓഫ് കപ്സ് ആണ്. നമ്മൾക്കറിയാൻ പറ്റുന്നത് വളരെ വാശിയുള്ള ഒരു വ്യക്തിയാണ്. വിചാരിച്ച കാര്യങ്ങൾ, വാശി എന്ന് പറഞ്ഞാൽ വിചാരിച്ച കാര്യങ്ങൾ മനസ്സിൽ എന്താണോ അത് ഏത് വിധേനയും നടത്തിയെടുക്കണം എന്ന ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പേഴ്സണാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, കുറച്ചൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പിശുക്കുള്ള ഒരാളായിരിക്കും. ഉള്ള സ്നേഹം ഉള്ളിലുണ്ട്, സ്നേഹമുണ്ട്, സത്യമായ സ്നേഹം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ചായിരിക്കും. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുക അത്രയൊന്നും ഉണ്ടായിരിക്കില്ല. ആ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും പരാതി പറയുന്ന ആളായിരിക്കും, എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ ഉള്ളിൽ ധാരാളം സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ആലോചിച്ച് കണ്ട് പെട്ടെന്ന് എടുത്തു ചാടും. ആലോചിച്ച് കണ്ട് തീരുമാനിച്ച് ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ റിലേഷനിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണേലും പരിശ്രമിച്ച് വിജയം കണ്ടെത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ സ്വല്പം ഈഗോ ഉള്ള വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞില്ലേ, സ്വല്പം ഈഗോ ഉണ്ട്. ആ ഒരു ഈഗോയുടെ പുറത്ത് നിങ്ങളിലേക്ക് വരാതെ മനസ്സിലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളോടുള്ള സ്നേഹം പിടിച്ചു വെച്ചിട്ട് ഞാനായിട്ട് വന്നാൽ ചിലപ്പം അവിടെ ഒരു തോൽവിയാകുമോ, പിന്നെയും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഈഗോ, ഇങ്ങനെ ഞാനായിട്ടാണല്ലോ ആദ്യം വരുന്നത്, ആ ഒരു ഈഗോയുടെ പുറത്ത് ഇങ്ങനെ മാറി നിൽക്കുന്നു എന്നാണ്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ട്, നിങ്ങളെക്കുറിച്ച് സ്നേഹമുണ്ട്, നന്നായിട്ട് വരാനായിട്ട് ഇതാണ് തടസ്സം കാണുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും എത്രയും വേഗം തിരിച്ചു വരുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. പലതരത്തിലുള്ള കുറുക്കു വഴികൾ സ്വീകരിക്കുന്ന ഒരു ആളാണ് നിങ്ങളിലേക്ക് വരാൻ. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നിങ്ങളെപ്പറ്റി, നിങ്ങളെ അറിയാവുന്നവരുടെ അടുത്ത് ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസും നിങ്ങളുടെ DPയും ഒക്കെ നിത്യേന പരിശോധിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളെ കാണണമെന്നും നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെന്നും ഒക്കെ വളരെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എത്രയൊക്കെ വാശി പിടിച്ചാലും, എത്രയൊക്കെ ഈഗോ ഉണ്ടെങ്കിലും എത്രയും വേഗം തിരിച്ചു വരും. ആ ഒരു ഈഗോ എന്നും അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണായിട്ട് നമുക്ക് തോന്നുന്നില്ല. എത്രയും വേഗം തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇരിക്കാം. എത്രയും വേഗം നിങ്ങൾക്ക് കോൾസോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കാം. ഒരു 48 മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഈ വാശിയൊന്നും മനസ്സിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു ആളല്ല. കുറച്ച് ചൈൽഡിഷ് ക്യാരക്ടറാണ്. പക്വതയോടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ വാശിയും ദേഷ്യവും അങ്ങനെയൊന്നും ഉള്ള ആളല്ല മനസ്സിൽ. നല്ലൊരു റീഡിംഗ് തന്നെയായിരുന്നു യൂണിവേഴ്സ് നമുക്ക് തന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമാണ്, ആത്മാർത്ഥതയുള്ളത് തന്നെയാണ്. പ്രകടിപ്പിക്കാൻ അത്ര വലുതായിട്ട് അറിയില്ല എങ്കിലും ഉള്ളിൽ നിറയെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, താങ്ക് യു.